ICDS സൂപ്പർവൈസറിന്റെ മൂന്നാം ഭാഗമായ സൈക്കോളജി, മനഃശാസ്ത്രം, അവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ആദ്യത്തെ മോഡ്യൂൾ നമുക്ക് അറ്റൻഷൻ ആൻഡ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ അറ്റൻഷനെ കുറിച്ചാണ് നമ്മുടെ ആദ്യത്തെ മോഡ്യൂൾ തന്നെ ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു മോഡ്യൂളിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട സബ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒന്ന് കോൺഷ്യസ്നെസ് ആൻഡ് അറ്റൻഷൻ. അതിനകത്ത് നമുക്ക് കൺട്രോൾഡ് ആൻഡ് ഓട്ടോമാറ്റിക് പ്രോസസ്സസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. പിന്നെ ഫങ്ഷൻസ് ഓഫ് അറ്റൻഷൻ ഉണ്ട്. അതിൽ വിജിലൻസ്, സെലക്റ്റീവ് അറ്റൻഷൻ, ഡിവൈഡഡ് അറ്റൻഷൻ, സസ്റ്റെയിൻഡ് അറ്റൻഷൻ ആൻഡ് ഓൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ് അറ്റൻഷൻ ഉള്ളത്. ഇത് നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് ഡിസ്കസ് ചെയ്യണം മോഡ്യൂൾ 1-ൽ. ആൻഡ് അറ്റൻഷൻ്റെ സൈക്കോളജിക്കൽ ബേസിസ് എന്താണ് എന്നുള്ളതാണ് അടുത്തത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. സോ അത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ ടോപ്പിക്സ് കവർ ചെയ്ത് ഫുൾ ലെസണായിട്ട് തന്നെ കംപ്ലീറ്റ് കവർ ചെയ്ത് പോവുകയാണ്. ജസ്റ്റ് കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്തുള്ള ഒരു ചർച്ചയല്ല, ഇതൊരു ഫുൾ ലെസൺ തന്നെയാണ്. ഈ ലെസന്റെ അവസാനം നമുക്ക് ആവശ്യമായ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് മുമ്പോട്ട് നീങ്ങുന്നത്. ഓക്കെ, ആൻഡ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അത് വീഡിയോയുടെ ചുവടെ ഒന്ന് രേഖപ്പെടുത്തുക. ആൻഡ് കമൻറ്റ് ബോക്സിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഓൾറെഡി ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒരു വാട്സാപ്പ് ഗ്രൂപ്പിനുള്ളത്. ആ ഒരു ലിങ്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഈ എല്ലാ ലെസൺസിൻ്റെയും നോട്ട്സും അതിനെ ബേസ് ചെയ്തുള്ള ക്വിസസും മോഡൽ ടെസ്റ്റും ഒക്കെ ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് മാത്രമല്ല, നമ്മൾ ലൈവ് ക്ലാസ്സസും കണ്ടക്ട് ചെയ്യും, റിവിഷനും ഒക്കെ ഉണ്ടാകും. അതെല്ലാം ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ആൻഡ് വൺസ് അഗെയിൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വളരെ ഹംബിളായിട്ട് ഞാനത് റിക്വസ്റ്റ് ചെയ്യും. എൻ്റെ പേര് സെബാസ്റ്റ്യൻ ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ റൈറ്റ് ഇൻ ടു ദ ലെസൺ. ഓക്കെ, സോ കോൺഷ്യസ്നെസ്സും അറ്റൻഷനും എന്നുള്ളതാണ് നമ്മളിവിടെ ഈ നോക്കുന്നത്. ഇപ്പം കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഒരു ബോധമുള്ള ഒരവസ്ഥയല്ലേ, അതല്ലേ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. സോ കോൺഷ്യസ്നെസ് ഐഡിയലി ഇറ്റ് റെഫേഴ്സ് ടു ദ സ്റ്റേറ്റ് ഓഫ് ബീങ് അവെയർ. നമ്മൾ അവെയർ ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ആൻഡ് അവെയർ ആയിരിക്കുക മാത്രമല്ല, ടു ബി അവെയർ ഓഫ് ആൻഡ് ഏബിൾ ടു തിങ്ക് അബൌട്ട് വൺസ് എൻവയൺമെന്റ് ആൻഡ് വൺ സെൽഫ്. ഇതാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്ന? ഒന്ന്, ബീങ് അവെയർ ഓഫ് വൺ സെൽഫ്, അല്ലെ? ഇപ്പൊ നമ്മൾ ഒരു ബോധം ഉള്ള അല്ലെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കുക, വളരെ ബോധപൂർവം നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പം നമ്മളെ കുറിച്ച് മാത്രമല്ല നമ്മൾ അവെയർ ആകുന്നത്, നമ്മുടെ ചുറ്റുപാടും നമ്മുടെ എൻവയൺമെന്റിനെ കുറിച്ചും നമ്മൾ അവെയർ ആകുന്നു എന്നുള്ളത്. അതാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ഫൗണ്ടേഷനലായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. എസ്പെഷ്യലി മനുഷ്യന്റെ ആ ഒരു കൊഗ്നിഷൻ, ആ തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ ആ ഒരു നോളജിനെ കുറിച്ച് നമ്മൾ വേണമെങ്കിൽ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു അവെയർനെസ് നമുക്ക് ഉണ്ടാകുമ്പോഴത്തേക്ക് ഓരോ വ്യക്തികൾക്കും അവർക്ക് പെർസീവ് ചെയ്യാനായിട്ട് കഴിയും. പെർസെപ്ഷനിലൂടെയല്ലേ നമുക്കൊരു കാഴ്ചപ്പാട്, ഒരു നിലപാടൊക്കെ ഉണ്ടാകുന്നത്. അതുണ്ടാകും. ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് കഴിയും. പലതിനെയും കണ്ട് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇന്ററാക്ട് വിത്ത് ദ വേൾഡ് അറൗണ്ട് us. അപ്പം നമ്മൾ ഒരു സംഗതി കണ്ട് അല്ലെങ്കിൽ ഒരു ആശയം, ഒരു വസ്തു എന്തെങ്കിലും ഒന്ന് കണ്ട് അതിനെ നമ്മൾ പെർസീവ് ചെയ്യുന്നു. പെർസീവ് ചെയ്ത് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, അത് കോൺഷ്യസ്നെസ് എന്ന് നമുക്ക് പറയാം. സോ അവെയർനെസ് ഓഫ് സെൽഫ് ആൻഡ് എൻവയൺമെന്റ്, ഓക്കെ, enabling perception, interpretation and interaction. അപ്പോൾ ആ ഒരു അവെയർനെസ് നമുക്ക് ഉണ്ടാകുന്ന അബൌട്ട് വൺ സെൽഫ് ആൻഡ് ദി എൻവയൺമെന്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്ക് പെർസീവ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും ഇന്ററാക്ട് ചെയ്യാനും സാധിക്കുന്നു ബിക്കോസ് ഓഫ് ദിസ് അവെയർനെസ്. നോക്ക്, നമ്മൾ ഈ സൈക്കോളജി ലെസൺസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇതിൻ്റെ ടേംസിൽ, ഇതിൻ്റെ കോൺസെപ്റ്റ്സിൽ, ഇതിൻ്റെ തിയറീസിലൊക്കെയാണ്. കാരണം ഇതിനെയൊക്കെ ബേസ് ചെയ്താണ് നമുക്ക് ഒരുപാടധികം ക്വസ്റ്റ്യൻസ് ഇനിയിപ്പം വരാനായിട്ട് പോവുക. അത് ആ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയുടെ എൻഡിൽ ഞാനത് കാണിച്ചു തരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാക്ട്ലി മനസ്സിലാകും എങ്ങനെയാണ് ഈ ഓരോ കോൺസെപ്റ്റും ഓരോ ചോദ്യങ്ങളായിട്ട് മാറുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തത് ലെറ്റ് us look at what attention is. അപ്പം അറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് കോൺഷ്യസ്നെസ്സിൻ്റെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം attention is a subset of consciousness എന്ന് നമുക്ക് പറയാം.
ഓക്കെ, അപ്പോൾ ഒരു സബ്സെറ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഘടകം അല്ലെ, അറ്റൻഷൻ എന്ന് പറയുന്നത് കോൺഷ്യസ്നെസിന്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഘടകം. ആൻഡ് ഇതിൽ എന്താണ് വരുന്നത്? ഇറ്റ് ഇൻവോൾവ്സ് ദ സെലക്റ്റീവ് ഫോക്കസ് ഓൺ സർട്ടൻ സ്റ്റിമുലൈ. ഓക്കെ, ഉദാഹരണത്തിന് നമ്മൾ കണ്ണ് തുറന്ന് ജനലിന്റെ വെളിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പെടും അല്ലേ? അതിനെ നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് കരുതുകയാണെങ്കിൽ, ഈ ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ അവിടെ പുറത്ത് കാണുന്ന മരത്തിൽ ഒരു കിളി ഇരിക്കുന്നതായിട്ട് കണ്ടു. ആ കിളിയെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുന്നത് അറ്റൻഷൻ എന്ന് കണക്കാക്കുക. അപ്പൊ ജനലിലേക്കൂടെ നോക്കുമ്പോൾ വലിയൊരു സീനറി കാണുന്നു, നമ്മൾ അതിനെക്കുറിച്ച് ബോധവാനാകുന്നു. എന്നിട്ട് അതിൽ നമ്മൾ ഫോക്കസ് ചെയ്തൊരു സംഗതി നോക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ പ്രത്യേകിച്ച് അറ്റൻഷൻ കൊടുക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? അറ്റൻഷൻ ഇസ് എ സ്പെസിഫിക് ആസ്പെക്ട് ഓഫ് കോൺഷ്യസ്നെസ്. കോൺഷ്യസ്നെസിന്റെ ഒരു സ്പെസിഫിക് ആസ്പെക്ട് ആണത്. ആൻഡ് ദാറ്റ് ഇൻവോൾവ്സ് the selective focus on certain stimuli or thoughts while ignoring others. അപ്പൊ അവിടെ വെളിയിൽ നമ്മൾ ജനലിന്റെ വെളിയിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാം, അവിടെ നായ്ക്കളുണ്ട്, അവിടെ പശുക്കളുണ്ട്, അവിടെ എന്താ പറയേണ്ടത്, പലതരത്തിലുള്ള കിളികളുണ്ട്. പക്ഷെ ഒരു പ്രത്യേക തരം കിളിയിൽ നമ്മുടെ ഫോക്കസ് അങ്ങ് പോയി. ബാക്കിയുള്ളതിനൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല, ബാക്കിയുള്ളതിനെല്ലാം നമ്മൾ ഇഗ്നോർ ചെയ്യുവാണ്. ഇത് ഒരു സ്റ്റിമുലസ് കൊണ്ടാകാം, അല്ലെങ്കിൽ ഒരു ചിന്തയാകാം അല്ലെ? പല ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഫോക്കസ് ചെയ്യുന്നത്, എന്നാൽ ബാക്കി ചിന്തകൾ നമ്മുടെ മൈൻഡിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. ഇനി സ്റ്റിമുലസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ, നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ തിരക്കുള്ള ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പല തരത്തിൽ ആൾക്കാർ നമ്മളെ ഉന്തുകയും തള്ളുകയും തുടയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ഒരു പിൻ കണക്കൊരെണ്ണം വെച്ച് നമ്മളെ കുത്തിയാലോ, നമ്മൾ നമ്മുടെ ഫോക്കസ് പെട്ടെന്ന് ആ ഒരു സ്റ്റിമുലസിലേക്ക് അങ്ങ് പോകും അല്ലേ? സോ ദാറ്റ് ബിക്കംസ് അറ്റൻഷൻ. ഓക്കെ, ഒന്നിലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ വേണമെങ്കിൽ നമുക്ക് സെലക്റ്റീവ് ഫോക്കസ് എന്ന് പറയാം. ഈ സെലക്റ്റീവ് ഫോക്കസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ കോഗ്നിറ്റീവ് പ്രോസസ്സസ് ലൈക്ക് ലേണിംഗ്. പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സെലക്റ്റീവ് ഫോക്കസ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? മെമ്മറി നിലനിർത്തുന്നതിന്, ഓർമ്മ വെക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓർത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട്, മെമ്മറിക്ക് വേണ്ടിയിട്ട്, ആൻഡ് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നതിന് അല്ലെ, ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ആ ഒരു അറ്റൻഷൻ നമ്മൾ കൊടുക്കണം, ഒരു സംഗതിയിൽ ഫോക്കസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുക എന്നാണ്. സോ ഇതാണ് ബേസിക്കലി കോൺഷ്യസ്നെസ്സും അറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ കോൺഷ്യസ്നെസ് ഒരു വൈഡർ കോൺസെപ്റ്റ് ആണ്. അറ്റൻഷൻ അതിന്റെ ഒരു സബ്സെറ്റ് എന്നുള്ള നിലയിൽ നമ്മൾ അതിനെ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അടുത്ത നമുക്ക് നോക്കാനുള്ള നമ്മുടെ സിലബസ് പ്രകാരമുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കൺട്രോൾഡ് ആൻഡ് ഓട്ടോമാറ്റിക് പ്രോസസ്സസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അറ്റൻഷനെ നമുക്ക് ഇവിടെ എന്താ പറയേണ്ടത്, കാറ്റഗറൈസ് ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു കാറ്റഗറിയാണ് കൺട്രോൾഡ് പ്രോസസ് എന്നുള്ളത്, മറ്റൊരു കാറ്റഗറിയാണ് ഓട്ടോമാറ്റിക് പ്രോസസ് എന്നുള്ളത്. അപ്പൊ ഈ ഓരോ പ്രോസസ്സിനും അതിൻ്റെതായ സവിശേഷതകളുണ്ട്, ആൻഡ് അതിൻ്റെതായ ഇംപ്ലിക്കേഷൻസും ഉണ്ട് നമ്മുടെ ആ ഒരു കോഗ്നിറ്റീവ് ഫങ്ഷനിങ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നോളജ് ഓഫ് ബ്രെയിൻ ഫങ്ഷനിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് ഈ കൺട്രോൾഡ് പ്രോസസ് എന്ന് പറയുന്നത്? അപ്പൊ കൺട്രോൾഡ് പ്രോസസ് സ്പെസിഫിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് അത് ഡെലിബറേറ്റ് ആണ്. ഡെലിബറേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനഃപൂർവ്വമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിനല്ലേ നമ്മൾ ഡെലിബറേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡെലിബറേറ്റ് ആയിട്ടുള്ള, കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ടാണ് ഈ കൺട്രോൾഡ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഡെലിബറേറ്റ് ആയിട്ട് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് നമ്മൾ എന്തെങ്കിലും എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ അധികം കോഗ്നിറ്റീവ് റിസോഴ്സസ് നമുക്ക് അതിലേക്ക് തിരിക്കേണ്ടി വരും. കോഗ്നിറ്റീവ് റിസോഴ്സസ് നമ്മുടെ ബ്രെയിൻ ഫങ്ഷനിങ്ങിന്റെ, നോളജിന്റെ, മെമ്മറി എന്നൊക്കെ പറയുന്ന ആ ഒരു നോളജ്, ആ കോഗ്നിറ്റീവ് റിസോഴ്സസ് ഒരുപാടധികം നമ്മൾ ഇതിലേക്ക് കേന്ദ്രീകരിക്കേണ്ടി വരും. അതാണ് ഈ കൺട്രോൾഡ് പ്രോസസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ കൺട്രോൾഡ് പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്ക് ടിപ്പിക്കലി ഈ കൺട്രോൾഡ് പ്രോസസ് എന്ന് പറയുന്നത് അത് സ്ലോ ആയിരിക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇത് ഫ്ലെക്സിബിളും കൂടിയാണ്. അപ്പോൾ സ്ലോ എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാടധികം ചിന്തിച്ച് നമ്മൾ പോകുന്നു മുന്നോട്ട്. ആൻഡ് ഇത് ഫ്ലെക്സിബിൾ, ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഇതിനെ മാറ്റാം അല്ലെ, ഇതിനെ ചേഞ്ച് ചെയ്യാം അല്ലേ?
അപ്പോൾ അങ്ങനെയാണ് ഓരോ വ്യക്തികൾക്ക് എന്താ പറയണ്ട പുതിയ സിറ്റുവേഷൻസുമായിട്ട് അവർക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്. നിലവിലുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് പുതിയതിലേക്ക് പോകുന്ന അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട്, അതിലേക്ക് ഇഴുകി ചേരാനായിട്ട് സാധിക്കുന്നു. അല്ലെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്കുകൾ ഓരോ വ്യക്തികൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എഗെയിൻ അത് ഈ കൺട്രോൾഡ് പ്രോസസ് മുഖാന്തരമാണ് അവിടെ അത് വരുന്നത്. ഒരു എക്സാമ്പിൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, എക്സാമ്പിൾ ലൈക്ക് ലേണിംഗ് ന്യൂ ലാംഗ്വേജസ്. ഓക്കെ, അപ്പോൾ എന്താ പറയേണ്ടത്, ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുമ്പോഴത്തേക്ക് എന്താണ് ആ ഒരു വ്യക്തി, നമ്മളൊരു പുതിയ ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് നമ്മൾ വ്യക്തമായിട്ട് അതിൻ്റെ ഗ്രാമറിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം, അല്ലേ? അതിൻ്റെ വൊക്കാബുലറിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം, അതിൻ്റെ വാക്കുകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം, അതേപോലെ അതിൻ്റെ ഉച്ചാരണത്തിൽ നമ്മൾ വ്യക്തമായിട്ട് ഫോക്കസ് ചെയ്യണം, അല്ലേ? ഇത്രയും ഒരു ഫോക്കസ് ഇവിടെ ഇതിന് വളരെയധികം ആവശ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ദി പെരിഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നുള്ളതാണ്. അപ്പോൾ പെരിഫ്രോണ്ടൽ കോർട്ടെക്സ് ആക്ച്വലി പ്ലേസ് എ വെരി ക്രൂഷ്യൽ റോൾ ഇൻ ദീസ് പ്രോസസ്സസ്. നമ്മൾ ഇവിടെ സംസാരിച്ച ഈ കൺട്രോൾഡ് പ്രോസസ്സസ് എല്ലാം നടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പെരിഫ്രോണ്ടൽ കോർട്ടെക്സിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ഇവിടെ ഉണ്ട്. കാരണം എന്താ, ഇതിനകത്ത് പ്ലാനിങ് വരുന്നു, ഇതിനകത്ത് ഡിസിഷൻ മേക്കിംഗ് വരുന്നു, ആൻഡ് ഇതിനകത്ത് അറ്റൻഷനെ തന്നെ ചില ഭാഗത്തേക്ക് കൂട്ടുകയും ചില ഭാഗത്ത് നിന്ന് കുറച്ചു കൊണ്ടുവന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോവുകയും, അപ്പൊ റെഗുലേഷൻ ഓഫ് അറ്റൻഷൻ ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണ് എന്ന് നമുക്ക് പറയാം, അല്ലേ? ഞാൻ ആക്ച്വലി ഈ ഒരു വാക്കിനെ തെറ്റായിട്ട് ഞാനിവിടെ ഉച്ചരിച്ച്, ഇത് പെരിഫ്രോണ്ടൽ അല്ല, ഇത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. പെരിഫ്രോണ്ടൽ എന്ന് ഞാൻ തെറ്റായിട്ട് ഉദ്ധരിച്ച് പ്രൊനൗൺസ് ചെയ്തതാണ്. ആക്ച്വലി ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗം, ഇതിനെയാണല്ലോ നമ്മൾ ഫോർ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ ഹെഡിന്റെ തൊട്ട് പിറകിലിരിക്കുന്ന ആ ഒരു ബ്രെയിനിന്റെ ഭാഗം, അല്ലെങ്കിൽ ബ്രെയിനിന്റെ ഫ്രണ്ടൽ ലോബ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫോർ ഹെഡിന്റെ നെറ്റിയുടെ തൊട്ട് പിന്നിലിരിക്കുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പ്രത്യേകിച്ചും നമുക്ക് പ്ലാനിങ് ചെയ്യുന്നതിന്, ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങളിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതായത് നമ്മുടെ അറ്റൻഷൻ റെഗുലേറ്റ് ചെയ്യുന്നത്, നമ്മുടെ സോഷ്യൽ ബിഹേവിയറിനെ മാനേജ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഒരുപാടധികം പ്രധാനപ്പെട്ട കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയേണ്ടത്, നമുക്ക് മനസ്സിലായല്ല ഇതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ്. അപ്പൊ ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിലാണ് ഈ കൺട്രോൾഡ് പ്രോസസ്സസ് കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നത് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കൺട്രോൾഡ് പ്രോസസ് എന്താണ് എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എന്താണ് ഓട്ടോമാറ്റിക് പ്രോസസ് എന്നുള്ളത് നമുക്ക് നോക്കാം. പലപ്പോഴും നമുക്ക് ചോദ്യം വരുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ഈ കൺട്രോൾഡ് പ്രോസസ്സും ഓട്ടോമാറ്റിക് പ്രോസസ്സും തങ്ങളിലുള്ള ഒരു സിനാരിയോ തന്നിട്ട് ഇത് ഏത് പ്രോസസ് ആണെന്ന് തീരുമാനിക്കാനായിട്ട് നമുക്ക് ചിലപ്പം ഒരു ചോദ്യം കിട്ടുമായിരിക്കും, ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ. ഇനി അതും അല്ലെങ്കിൽ ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം കൺട്രോൾഡിന്റെ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കിൻ്റെത്. ഇനി അതും അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ഫീച്ചർ തന്നിട്ട് അത് കൺട്രോൾഡ് ആണോ ഓട്ടോമാറ്റിക് പ്രോസസ് ആണോ എന്ന് മനസ്സിലാക്കുന്നതിന്റെ കാര്യമായിട്ട് ആയിരിക്കും ചോദിക്കുക. അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഇതിനെക്കുറിച്ച് വരാം എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഈ ഓട്ടോമാറ്റിക് പ്രോസസ്? അപ്പൊ കൺട്രോൾ പ്രോസസ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി, അല്ലേ? കൺട്രോൾഡ് എന്താണെന്നുള്ളത്. സോ ഇൻ കോൺട്രാസ്റ്റ് ടു ദ കൺട്രോൾഡ് പ്രോസസ്, ഈ ഓട്ടോമാറ്റിക് ആക്ച്വലി ഒക്കേഴ്സ് വിത്ത് മിനിമൽ കോൺഷ്യസ് എഫേർട്ട്. കൺട്രോൾഡ് പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്ക് മനഃപൂർവ്വം നമ്മൾ ഒത്തിരി അധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുന്നതാണ്. എന്നാൽ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് അത് മിനിമൽ ആയിട്ടുള്ള കോൺഷ്യസ് എഫേർട്ട് മതി, വളരെ മിനിമം എഫേർട്ട് അവിടെ ഇട്ടാൽ മതി. നമ്മുടെ ആ ഒരു കോൺഷ്യസ്നെസ്സിന്റെ നമ്മൾ മിനിമം അതിനകത്ത് ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളതാണ്. ആൻഡ് ഓഫൻ ദിസ് ഇസ് ദ റിസൾട്ട് ഓഫ് എക്സ്റ്റെൻസീവ് പ്രാക്ടീസ് ഓർ ഫെമിലിയാരിറ്റി വിത്ത് എ ടാസ്ക്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് പ്രോസസ് പലപ്പോഴും നമ്മൾ ഒരു പ്രവൃത്തി ചെയ്ത് 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 നമ്മൾ ശീലിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാടധികം ശ്രദ്ധ അതിൽ കൊടുത്തിട്ടില്ല എങ്കിലും നമ്മുടെ കൈകൾ ഇവിടെ കൃത്യമായിട്ട് പ്രവർത്തിച്ച് നമുക്ക് ആ ഒരു ജോലി ചെയ്യാനായിട്ട് കഴിയും, അല്ലേ? അതാണ് ഫെമിലിയാരിറ്റി ഓഫ് ദ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഈ മിനിമൽ കോൺഷ്യസ് എഫേർട്ട് മതി. അതെന്തുകൊണ്ട് മിനിമൽ കോൺഷ്യസ് എഫേർട്ട് മതി? കാരണം നമ്മൾ ആ ഒരു പ്രവൃത്തി, ആ ഒരു സംഗതി ചെയ്ത് 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 നമ്മൾ ഒരുപാടധികം ശീലിച്ചു എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് അവിടെ മിനിമം, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതങ്ങ് നടന്നോളും എന്നുള്ളതാണ് ശരിക്കും അവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രോസസ്സസ് ഫാസ്റ്റ് ആണ്. കൺട്രോൾഡ് പ്രോസസ് സ്ലോ ആണ്, ഇത് ഫാസ്റ്റ് ആണ്. ഓക്കെ, ആൻഡ് ഇത് എഫിഷ്യന്റ് ആണ്.
ഇവിടെ ഇത് എഫിഷ്യന്റ് എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഈ കൺട്രോൾഡ് പ്രോസസ് പൊതുവെ സ്ലോ ആണ്, സമയമെടുക്കും, അത് സ്ലോ ആ. കാരണം നമ്മുടെ മെന്റൽ റിസോഴ്സസ് എല്ലാം അതിലേക്ക് കേന്ദ്രീകരിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. ഒരുപക്ഷെ നമ്മൾ ആദ്യം ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നത്, നിങ്ങളുടെ ഈ എക്സാം എഴുതാൻ പോകുന്നത് ഒരു കൺട്രോൾഡ് പ്രോസസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ യു വിൽ ഹാവ് ടു ബി സ്ലോ. പക്ഷെ പരീക്ഷ നമുക്ക് ആ ഒരു നിശ്ചിത സമയം കൊണ്ട് നമുക്ക് 120 ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തണം അല്ലേ? അപ്പൊ നമ്മൾ അവിടെ എഫിഷ്യന്റ് ആകണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ആകും, എഫിഷ്യന്റ് ആയിരിക്കും. എങ്ങനെ നമുക്ക് നമ്മുടെ പരീക്ഷയിൽ എഫിഷ്യന്റ് ആകാം? പ്രാക്ടീസ്. ഒരുപാടധികം ക്വസ്റ്റ്യൻസും ഒക്കെ എടുത്തു വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് തിങ്സ് ബിക്കം ഈസി. അപ്പോൾ നമുക്ക് ചുരുക്കം സമയം കൊണ്ടൊരു കാര്യം ചെയ്തെടുക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ അതിനെ എഫിഷ്യന്റ് എന്ന് പറയുന്നത് അല്ലേ? ആൻഡ് ഇറ്റ് റിക്വയർസ് ഫ്യൂവർ കോഗ്നിറ്റീവ് റിസോഴ്സസ്. അപ്പൊ ഇവിടെ നമ്മൾ കൂടുതൽ കോഗ്നിറ്റീവ് റിസോഴ്സസ് വേണമെന്ന് പറഞ്ഞു, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റിസോഴ്സസ് വേണം. പക്ഷെ ഇവിടെ കമ്പാരിറ്റീവ്ലി കുറച്ച് കോഗ്നിറ്റീവ് റിസോഴ്സസ് മതി, കാരണം ഇത് റുട്ടീനായിട്ട് നമ്മൾ ചെയ്യുന്ന ടാസ്കുകളാണ് എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് റിസോഴ്സസ് ഇതിനകത്ത് ഇട്ടാൽ മതി എന്നുള്ളത്. അപ്പോൾ ഈ കൺട്രോൾഡ് പ്രോസസ്സിന് ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് പ്രോസസ്സിന് ബേസൽ ഗാംഗ്ലിയ ആണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പൊ ഈ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ് ദാറ്റ് ആർ ഡീപ്പ് ഇൻസൈഡ് ദ ബ്രെയിനിന്റെ ഉള്ളിൽ ഇത് ഇരിക്കുകയാണ്. ആൻഡ് ഈ ഒരു ഭാഗത്തിന്റെ പ്രധാന പണി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുക, നമ്മൾ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഹാബിറ്റ്സിനെ കുറിച്ച് ചിന്തിച്ചു നോക്കിയേ. നമ്മളൊരു സൈക്കിള് ചവിട്ടുന്നത് നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതൊരു ഹാബിറ്റായി മാറി അല്ലേ? നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കതൊരു ഹാബിറ്റായി മാറി. അപ്പൊ കീബോർഡിൽ നോക്കാതെ നമുക്ക് വേണമെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒക്കെ നോക്കിയിരുന്നിട്ടായിരുന്നാലും നമ്മൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യും എന്നുള്ളത്. അപ്പൊ അതൊരു റുട്ടീൻ ഹാബിറ്റ് ആയിട്ട് മാറി. നമ്മൾ അതിനെക്കുറിച്ച് ഏത് കീ എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അപ്പം പണ്ട് കാലത്തൊക്കെ ടൈപ്പിംഗ് തന്നെയായിരുന്നു അല്ലേ? ആ ഒരു ടൈപ്പ് റൈറ്റർ ഒക്കെ വെച്ചിട്ട് ടൈപ്പിംഗ് ടക്ക സൗണ്ട് ഒക്കെ കേട്ട് അവർ ടൈപ്പ് ചെയ്യുന്ന എങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടൈപ്പേഴ്സ് അല്ലെങ്കിൽ ടൈപ്പിസ്റ്റ് എങ്ങനെയായിരുന്നു ടൈപ്പ് ചെയ്യുന്നത്? അവര് ആ ടൈപ്പ് റൈറ്റർ മെഷീനിന്റെ സൈഡില് അവർക്ക് എന്താണോ നോക്കി ടൈപ്പ് ചെയ്യേണ്ടതെന്നുള്ള ആ സംഗതി അവിടെ അവർ ഒരു ക്ലിപ്പ് ബോർഡിനകത്ത് ഇട്ട് അവിടെ വെക്കും. എന്നിട്ട് അവരുടെ തല ഇങ്ങനെ ഇരിക്കും, കൈ ഇവിടെ ഇരിക്കും, തല ഇങ്ങനെ, അതിൽ നോക്കി വായിക്കുന്ന ടൈപ്പ് ചെയ്ത് ഒരിക്കലും അവർ ഇങ്ങോട്ട് നോക്കത്തില്ല. പേപ്പർ തീരുമ്പോഴായിരിക്കും അവർ ഇങ്ങോട്ട് ഒരു പക്ഷേ നോക്കുന്നത്, അല്ലെങ്കിൽ അത് നോക്കിക്കൊണ്ടേ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ വരിക. അപ്പൊ അത് എന്താ പറയേണ്ടത്? ബേസൽ ഗാംഗ്ലിയ ആണ് ഈ ഓരോ കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ തന്നെ ആയിരുന്നാലും നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് അറിയാം അല്ലേ? അത് വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്യുന്നു. ഒരുപാടധികം എഫേർട്ട് നമ്മൾ എടുക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്താ പറയണ്ടേ ഓട്ടോമാറ്റിക് പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ആ ഒരു കൺട്രോൾഡ് പ്രോസസ്സ് എന്താണെന്നും ഓട്ടോമാറ്റിക് പ്രോസസ്സ് എന്താണെന്നും ഉള്ള ആ ഒരു ഡിഫറൻസ് ഇപ്പം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. എന്താണ് കൺട്രോൾഡ് എന്നും എന്താണ് ഓട്ടോമാറ്റിക് എന്നും ഉള്ള ആ ഒരു ഡിഫറൻസും ഇപ്പം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് അറ്റൻഷന്റെ ഫങ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ആദ്യത്തെ ഫങ്ഷൻ നമുക്ക് നോക്കാം, വിജിലൻസ് ആൻഡ് സസ്റ്റെയിൻഡ് അറ്റൻഷൻ. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, വിജിലൻസ്. ഓക്കെ, വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്നത്. അപ്പം നമ്മുടെ സൈക്കോളജിയിൽ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിനെ നമുക്ക് അവിടെ മാറ്റി നിർത്തിയിട്ട് വിജിലൻസും ഈ സസ്റ്റെയിൻഡ് അറ്റൻഷനും എന്ന് പറയുന്നത് രണ്ടും വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് തന്നെയാണ്. പക്ഷേ ഇത് രണ്ടും എക്സാക്ട്ലി സെയിം അല്ല, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ എന്താ പറയേണ്ടത്? വിജിലൻസ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ വിജിലൻസ് a specific type of sustained attention. അപ്പൊ വിജിലൻസ് എന്ന് പറയുന്നത് ഈ സസ്റ്റെയിൻഡ് അറ്റൻഷന്റെ കീഴിൽ വരുന്ന ഒന്നാണ്. ഒരു പ്രത്യേക തരം സസ്റ്റെയിൻഡ് അറ്റൻഷൻ ആണ് വിജിലൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ഫോർ മോണിറ്ററിംഗ് റെയർ ബട്ട് ക്രിട്ടിക്കൽ ഇവന്റ്സ് crucial in roles like air traffic control. ഇപ്പൊ വിജിലൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? വിജിലന്റ് ആയിരിക്കുക, ഒരു നിമിഷത്തേക്ക് പോലും ശ്രദ്ധ അവിടെ നിന്ന് തെറ്റിമാറാൻ പാടില്ല, വിജിലന്റ് ആയിരിക്കുക. അപ്പൊ വിജിലൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് സസ്റ്റെയിൻഡ് അറ്റൻഷൻ എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ സസ്റ്റെയിൻഡ് അറ്റൻഷൻ എന്ന് പറയുന്നത്.
So maintaining focus on a task over time important for tasks requiring continuous effort. അപ്പൊ സസ്റ്റെയിൻഡ് അറ്റൻഷൻ, സസ്റ്റെയിൻഡ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കുറെ നാളത്തേക്ക്, കുറെ നേരത്തേക്ക് അതേപടി നിലനിർത്താൻ കഴിയുന്നതാണ് സസ്റ്റെയിൻ എന്ന് പറയാൻ പറ്റേക്ക്. അപ്പോ സസ്റ്റെയിൻഡ് ആയിട്ടുള്ള അറ്റൻഷൻ ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ അർത്ഥം. അപ്പൊ ഇത് ഒരു വ്യക്തിയുടെ ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു എബിലിറ്റി, ഒരു സ്പെസിഫിക് ടാസ്കിൽ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആക്ടിവിറ്റിയിൽ കുറെ അധികം നേരം ഫോക്കസ് ചെയ്തിരിക്കാനായിട്ട് കഴിയുന്ന, അതല്ലെങ്കിൽ ആ ഒരു കഴിവിനെ, അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഈ ഒരു കഴിവ്, ആ ഒരു കഴിവിനെയാണ് സസ്റ്റെയിൻഡ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സസ്റ്റെയിൻഡ് അറ്റൻഷനകത്ത് പ്രധാനമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാല് കണ്ടിന്യൂസ്ലി ഡയറക്റ്റിംഗ് കോഗ്നിറ്റീവ് റിസോഴ്സസ് ടു എ ടാസ്ക്. ഇപ്പൊ നമുക്ക് കോഗ്നിറ്റീവ് റിസോഴ്സസ് എന്താണെന്ന് മനസ്സിലായല്ലേ? ഈ കോഗ്നിറ്റീവ് റിസോഴ്സസ് ഒക്കെ വരുന്ന നമ്മുടെ ബ്രെയിനിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് വരുന്നത്. അത് തന്നെയല്ലേ നമ്മളെ ഓരോ കാര്യങ്ങൾ ചെയ്യിക്കാനും അത് എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള നമ്മുടെ കൺട്രോൾ മുഴുവൻ നമ്മുടെ ബ്രെയിനിൽ വരുന്നു. അപ്പോ ഈ കോഗ്നിറ്റീവ് റിസോഴ്സസ് നമ്മളിലുള്ള ഈ കോഗ്നിറ്റീവ് റിസോഴ്സിനെ ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയേണ്ടത്, അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നീക്കുക എന്നുള്ള. ചിലപ്പോൾ നമ്മൾ ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് മോണോട്ടണസ് ആയി മാറാം, അല്ലെങ്കിൽ അത് ബോറിംഗ് ആയിട്ട് മാറാം. ഇനി ബോറിംഗ് ആയിരുന്നാലും ശരി, മോണോട്ടണസ് ആയിരുന്നാലും ശരി തന്നെ, ആ ബോറിങ്ങിനെയും മോണോട്ടണസിനെയും ഒക്കെ നമ്മൾ ഒഴിവാക്കി നിർത്തിക്കൊണ്ട്, അതിനെയൊക്കെ ദൂരെ മാറ്റി നിർത്തിക്കൊണ്ട് ആ ഒരു സംഗതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നതിനെയാണ് സസ്റ്റെയിൻഡ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സസ്റ്റെയിൻഡ് അറ്റൻഷനും വിജിലൻസുമായിട്ട് വലിയ വ്യത്യാസം അവിടെ വരുന്നില്ല അല്ലേ? അപ്പോ വിജിലൻസ് എന്ന് ഇപ്പൊ സസ്റ്റെയിൻഡ് അറ്റൻഷൻ മനസ്സിലായല്ലോ, ഒരു സംഗതിയിൽ കുറെ നേരം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. വിജിലൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് സസ്റ്റെയിൻഡ് അറ്റൻഷൻ ഫോർ മോണിറ്ററിംഗ് റെയർ ബട്ട് ക്രിട്ടിക്കൽ ഇവന്റ്സ്. ഇവിടെ പ്രധാനപ്പെട്ട എല്ലാ ടാസ്കും സസ്റ്റെയിൻഡ് അറ്റൻഷൻ അതാണ്, പ്രധാനപ്പെട്ട എല്ലാ സംഗതികൾക്കും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ സസ്റ്റെയിൻഡ് അറ്റൻഷൻ എന്ന് പറയും. വിജിലൻസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ റെയർ ആയിട്ടുള്ള ഒരു ഇവന്റ്. നോക്ക്, എയർ ട്രാഫിക് കൺട്രോളർ എന്ന് പറഞ്ഞാൽ എയർപോർട്ടിനകത്തുള്ള ഒരു ജോലിയാണത്. ആ ഒരു വ്യക്തി ശരിക്കും എയർ ട്രാഫിക്കിനെ, നമ്മുടെ റോഡിൽ നിൽക്കുന്ന ട്രാഫിക് പോലീസുകാരനെ പോലെ ഒരു എയർ ട്രാഫിക് പോലീസുകാരനാണ് ഈ എയർ ട്രാഫിക് കൺട്രോളർ എന്ന് പറയുന്നത്. അവരാണ് തീരുമാനിക്കുന്നത് ഓരോ പ്ലെയിനും ഏത് ദിശയിൽ, ഏത് ദിക്കിൽ, ഏത് ലാറ്റിറ്റ്യൂഡിൽ, ഏത് ലോഞ്ചിറ്റ്യൂഡിൽ വന്ന് ലാൻഡ് ചെയ്യണമെന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് അവരാണ്. അപ്പോ എന്താ പറയേണ്ടത്, അവർക്ക് ആ ഒരു വിജിലന്റ് ആയിരിക്കണം. അപ്പൊ സസ്റ്റെയിൻഡ് അറ്റൻഷൻ തന്നെ അതിന്റെ കുറെ കൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റൻഷൻ ആണ് ഈ വിജിലൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കത്തിലൊന്ന് പറയാം. ഇനി നമുക്ക് സെലക്റ്റീവ് അറ്റൻഷൻ, അതാണ് നമ്മുടെ അറ്റൻഷന്റെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ സെലക്റ്റീവ് അറ്റൻഷൻ. Selective attention is the process of focusing on a specific stimulus while ignoring irrelevant or distracting information. സെലക്റ്റീവ് അറ്റൻഷൻ അല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കും ഓരോ ദിവസവും. പക്ഷേ സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം തിരഞ്ഞെടുത്ത് അതിന് മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നു, ബാക്കി എല്ലാത്തിനെയും നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. ബാക്കി ഒന്നിന്റെയും പിന്നാലെ നമ്മൾ പോകുന്നില്ല, ആകെ ഇതിന്റെ പിന്നാലെ മാത്രമാണ് പോകുന്നത്. ഇനി ഇവിടെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യത്തക്ക രീതിയിൽ, അപ്പൊ അതാണ് ബാക്കിയെല്ലാം ഇവിടെ ഇറലവെന്റ് ആകുന്നത്. കാരണം നമ്മുടെ ജോലി എന്ന് പറയുന്നത് ആകെ ആ ഒരെണ്ണത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക, അതിനെ സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയാം. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ പ്രത്യേകിച്ച് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കമ്പീറ്റിംഗ് സ്റ്റിമുലായി ഉള്ള സിറ്റുവേഷനിൽ, അപ്പൊ ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ കമ്പീറ്റിംഗ് സ്റ്റിമുലായി എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഓരോ സ്റ്റിമുലസ്, നമ്മളിപ്പോ ഒരു പക്ഷേ വീണ്ടും തിരക്കുള്ള ഒരു ബസ്സിലേക്ക് നമുക്ക് കയറാം. ഈ തിരക്കുള്ള ഒരു ബസ്സിൽ നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിനോടൊപ്പം കയറി. അപ്പൊ ഒന്ന് എന്താ പറയേണ്ടത്, സൈഡിൽ കൂടെ പോകുന്ന വാഹനങ്ങളുടെ സൗണ്ട്, അതിന്റെ ഹോണടി, ആൾക്കാർ ബസ്സിൽ ബഹളം വെക്കുന്നു, കണ്ടക്ടർ ടിക്കറ്റ് എടുത്തോ എന്ന് ചോദിച്ച് ബഹളം വെക്കുന്നു. ഈ സൗണ്ടിന്റെ ഒക്കെ ഇടയില് അപ്പോ
നമ്മുടെ ഫ്രണ്ട് പറയുന്നത് മാത്രം ശ്രദ്ധിച്ച് കേട്ട് ആ ഫ്രണ്ടിന് മറുപടി കൊടുക്കുന്നു, ഫ്രണ്ട് പറയുന്നത് കേൾക്കുന്നു. എന്നാൽ ബാക്കിയുള്ള സൗണ്ടും ഉന്തും തള്ളും പിച്ചും നുള്ളും എല്ലാം നമുക്കവിടെ കേൾക്കുന്നുണ്ട്. അതാണ് കമ്പീറ്റിംഗ് സ്റ്റിമുലൈ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതല്ല, എല്ലാം നമ്മുടെ ശ്രദ്ധയിലേക്ക് കയറി വരാനായിട്ട് ശ്രമിക്കുക. പക്ഷെ നമ്മൾ അതിനെ തടഞ്ഞ് അവിടെ നിർത്തിയിട്ട് ഈ ഒരെണ്ണത്തിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതാണ് സെലക്റ്റീവ് അറ്റൻഷൻ. അപ്പൊ ഇവിടെ കമ്പീറ്റിംഗ് സ്റ്റിമുലൈ എന്താണ്? നമ്മൾ സെലക്റ്റീവ് അറ്റൻഷൻ മോഡിലേക്ക് നമ്മൾ കയറുമ്പോൾ ബാക്കി ഫ്രീ ആയിട്ട് കയറി വരുന്ന സൗണ്ടുകളെല്ലാം നമുക്ക് ആവശ്യമില്ലാത്ത സൗണ്ടുകളാണ് അവിടെ. സഡൻലി ഇങ്ങനെ നമ്മൾ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്നൊരു വലിയ ബോംബ് പൊട്ടുന്ന കണക്കൊരു സൗണ്ട് നമ്മൾ കേട്ടാലോ? അടുത്തൂടെ പോകുന്ന വണ്ടിയുടെ ടയർ പൊട്ടിയതാകാം, ബോംബ് പൊട്ടുന്ന കണക്കൊരു സൗണ്ട്. പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോയി അല്ലേ? നമ്മൾ അത് എവിടെ നിന്ന് വന്ന് എന്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു സെലക്റ്റീവ് അറ്റൻഷൻ ആ ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് മാറി ഇങ്ങോട്ടേക്ക് പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ? അപ്പോൾ ഇതാണ് ഈ ഒരു സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ സെലക്റ്റീവ് അറ്റൻഷന് മെയിൻലി തലാമസ് ആൻഡ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, ഇത് രണ്ടും തന്നെയാണ് ഈ ഒരു സെലക്റ്റീവ് അറ്റൻഷന് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഈസ് ദി ഡിവൈഡഡ് അറ്റൻഷൻ. അപ്പൊ ഡിവൈഡഡ് അറ്റൻഷൻ പ്രത്യേകിച്ചും പറയുന്നത് ഇസ് ദ എബിലിറ്റി ടു പ്രോസസ് ആൻഡ് റെസ്പോണ്ട് ടു മൾട്ടിപ്പിൾ ടാസ്ക്സ് ഓർ സ്റ്റിമുലൈ സൈമിൾട്ടേനിയസ്ലി. അപ്പോൾ ഇതിനെ പലപ്പോഴും നമ്മൾ മൾട്ടി ടാസ്കിങ് എന്ന് പറയൂലേ, ഞാനൊരു മൾട്ടി ടാസ്കറാണ്, നമ്മുടെ റെസ്യൂമിൽ ഞാൻ എഴുതിയിടും ഐ എം ഗുഡ് അറ്റ് മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് പല കാര്യങ്ങൾ ഒരു സമയത്ത് ഒന്നിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ പൂർണ്ണമായ അറ്റൻഷൻ ഉണ്ടല്ലോ, ഈ അറ്റൻഷനെ ഞാൻ എടുത്തങ്ങ് ഡിവൈഡ് ചെയ്തിരിക്കുക. ഡിവൈഡ് ചെയ്ത് എൻ്റെ കുറച്ച് അറ്റൻഷൻ ഇവിടെ, എൻ്റെ കുറച്ച് അറ്റൻഷൻ ഇവിടെ, എൻ്റെ കുറച്ച് അറ്റൻഷൻ ഇവിടെ, എൻ്റെ കുറച്ച് അറ്റൻഷൻ മറ്റൊരു സംഗതിയിലേക്ക്, അങ്ങനെ 3ഓ 4ഓ ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്ന പ്രക്രിയയാണ് എന്താ പറയേണ്ടത്, ഡിവൈഡഡ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിവൈഡഡ് അറ്റൻഷൻ നമുക്ക് ഒരേ കാര്യങ്ങള് അല്ലെങ്കിൽ പല കാര്യങ്ങള് ഒരേ സമയത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡിവൈഡഡ് അറ്റൻഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ സത്യത്തില് ഈ അല്ലെങ്കിൽ ഒരു ട്രൂ ഡിവൈഡഡ് അറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു ശരിയായ ഒരു ട്രൂ ഡിവൈഡഡ് അറ്റൻഷൻ ഇസ് ലിമിറ്റഡ് എന്നുള്ളതാണ്. കാരണം നമ്മുടെ ബ്രെയിനിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ typically it alternates focus between tasks. നോക്ക്, നമ്മൾ 2 കാര്യങ്ങൾ അല്ലെ 3 കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആ 3 എണ്ണവും ഒരേ സമയത്ത് ചെയ്യുകയാണ്. അല്ലെങ്കിൽ പോട്ട് നമ്മുടെ മുന്നിൽ 3 പേര് നിൽക്കുന്നു എന്ന് വിചാരിക്കുക, 3 പേരും നമ്മളെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ 3 പേരെടുത്തും ഒരേ സമയത്ത് നമുക്ക് മറുപടി കൊടുക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. നമുക്ക് ഒരാളുടെ മറുപടി കൊടുത്തിട്ട് മറ്റാളുടെ മറുപടി കൊടുത്ത് പിന്നെ മൂന്നാമത്തെ പിന്നെ അടുത്ത ആളുടെ പിന്നെ അങ്ങനെയല്ലേ നമുക്ക് വരാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ട്രൂ ഡിവൈഡഡ് അറ്റൻഷൻ എന്ന് പറയുന്നത് വളരെയധികം ലിമിറ്റഡ് ആണ്. കാരണം നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്. നമ്മുടെ ബ്രെയിനിന് ഒരു ഓൾട്ടർനേറ്റ് ഫോക്കസേ കൊണ്ടുവരാനായിട്ട് സാധിക്കൂ. സൈമിൾട്ടേനിയസ് ആയിട്ട് 3ഓ 4ഓ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. എനിക്ക് വേണമെങ്കിൽ എന്താ പറയേണ്ടത്, ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ടെലിഫോൺ ഉണ്ട്, അതിൽ കസ്റ്റമേഴ്സ് വിളിക്കുന്നതിന്റെ കോൾ എനിക്ക് എടുക്കാം. എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ട്, അതിൽ ഇമെയിൽ വരുന്നതിന് എനിക്ക് മറുപടി കൊടുക്കാം. എന്നാൽ ഒരു കസേര ഇട്ടിട്ടുണ്ട് എൻ്റെ ഓഫീസിൽ നടന്നു വരുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് അവിടെ സംസാരിക്കാനായിട്ട്. അപ്പൊ ഞാൻ മൾട്ടി ടാസ്കിങ് ആണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എൻ്റെ മുമ്പിൽ ഒരാൾ അവിടെ ഇരിക്കുകയും അതേ സമയത്ത് ഞാൻ ഇമെയിലിന് മറുപടി കൊടുക്കുകയും എന്നിട്ട് എന്താ പറയേണ്ടത്, ആ ഫോൺ എടുത്തു വെച്ച് ഇങ്ങനെ എനിക്ക് ജോലി ചെയ്യാനായിട്ട് കഴിയുമോ? ഇല്ല. അതാണ് അതിന്റെ ആ ഒരു പ്രത്യേകത പറയുന്നത്. ഇത് ശരിക്കും ഈ ട്രൂ ആയിട്ടുള്ള ഡിവൈഡഡ് അറ്റൻഷൻ ഇസ് ലിമിറ്റഡ്. എന്നാൽ ഡിവൈഡഡ് അറ്റൻഷൻ ഉണ്ട് താനും എന്നുള്ളതാണ്. പക്ഷെ സത്യത്തിൽ അതൊരു ഓൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ ആയിട്ടാണ് വരുന്നത്. ഇവിടെയും നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിന് തന്നെയാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഇവിടെ ഉള്ളത്. ഈ ഒരു ഡിവൈഡഡ് അറ്റൻഷൻ മാനേജ് ചെയ്യുന്നതിനകത്ത്, പ്രത്യേകിച്ചും ഇൻ ടാസ്ക്സ് ദാറ്റ് റിക്വയർ സ്വിച്ചിങ് ഫോക്കസ് അല്ലേ. ഫോക്കസ് മാറിയും തിരിഞ്ഞും വരേണ്ട സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക്. നമ്മൾ പഴയ മോഡല് അടുപ്പിനകത്ത് വിറകടുപ്പിനകത്ത് അരി വെള്ളം വെച്ച് അരി തിളപ്പിക്കുന്നു. അപ്പോൾ എന്താ പറയേണ്ടത്, ഒരേ സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ആ വിറകിൽ തീ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതിനകത്ത് തീ കെട്ടുപോയാൽ ഊതി വീണ്ടും തീ ആക്കണം. വിറക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വിറകിടണം. വെള്ളം കുറഞ്ഞാൽ വെള്ളം ഒഴിക്കണം. അരി വെന്തു പോകാതെ നോക്കണം. അപ്പൊ ഇതല്ല, ഇപ്പൊ നമുക്ക് ഇത് എന്താ പറയേണ്ടത്, അതിനകത്ത് തീ കെട്ടുപോയെന്നും പറഞ്ഞ് നമ്മൾ അതിനെ ഊതുകയും അറ്റ് ദ സെയിം ടൈം നമുക്ക് അരി എടുത്ത് നോക്കാനും പറ്റില്ലല്ലോ. എന്നാൽ നമ്മളിത് ഒരേ സമയത്ത് നമ്മളിത് ചെയ്യുന്നു.
ഒരെണ്ണം 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 എന്നുള്ള ആ ഒരു നിലയിൽ നമ്മൾ ചെയ്തു വരുന്നു എന്നുള്ളത്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം വി ആർ സ്വിച്ചിങ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ് എന്നുള്ള ഒരെണ്ണത്തിൽ നിന്ന് മറ്റതിലേക്ക് പോകുന്നു. പക്ഷെ ഇതെല്ലാം ഒരൊറ്റ ആക്ടിവിറ്റിക്ക് ആവശ്യമായിട്ടുള്ളത് തന്നെയാണ് അല്ലേ. ഇനി കുറച്ചും കൂടെ വലുതായിട്ടൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഓഫീസിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്. ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഓഫീസറായിട്ടാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ പറയേണ്ടത്, ഒരുപാടധികം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ റെസ്ക്യൂ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിന് പല ടീംസ് ഉണ്ടാകും അല്ലെ. അപ്പോൾ എന്താ പറയേണ്ടത്, ടീം എ, ടീം ബി, ഓരോ ടീമിനും പല പല ജോലികളാണുള്ളത്. അപ്പൊ ഈ ഓഫീസറുടെ ജോലി എന്താണ്, അവിടെ മാനേജ് ചെയ്യുക. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഓഫീസറാണ്. അപ്പൊ ഈ പല ടീമുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് രണ്ട് ടീമിന്റെ അടുത്ത് ഒരേ കാര്യം പറയാൻ പറ്റുമോ? നമുക്ക് രണ്ട് ഫോൺ എടുത്ത് നമുക്ക് രണ്ട് ചെവിയിൽ വെക്കാം. ഈ ടീം എ ഒരു പക്ഷെ തീ അണയ്ക്കാനായിരിക്കും അവരുടെ ജോലി, ടീം ബി എന്ന് പറയുന്നത് ആൾക്കാരെ രക്ഷിക്കാനായിരിക്കും അവരുടെ ജോലി എന്ന് പറയുന്നത്. അപ്പൊ ടീം എക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ നമുക്ക് ടീം ബിക്ക് കൊടുക്കാനായിട്ട് കഴിയില്ല. അപ്പൊ ഇവിടെ കൊടുത്തിട്ട് ഇവിടെ കൊടുക്കാം, ഇവിടെ കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് മാറി മാറി വരാം എന്നുള്ളതാണ് അവിടെ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഇനിയിപ്പം ഈ ഒരു ഓൾട്ടർനേറ്റിംഗ് അറ്റൻഷനിലേക്ക് വന്ന് നമ്മൾ ഓൾറെഡി ഈ ഡിവൈഡഡ് അറ്റൻഷൻ സംസാരിച്ചപ്പോൾ ഓൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ എന്താണെന്നും കൂടെ നമ്മളൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഓൾട്ടർനേറ്റീവ് അറ്റൻഷൻ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇൻവോൾവ്സ് ദ എബിലിറ്റി ടു ഷിഫ്റ്റ് ഫോക്കസ് ബിറ്റ്വീൻ ഡിഫറെന്റ് ടാസ്ക്. പല ടാസ്ക്, നേരത്തെ ഞാൻ പറഞ്ഞ സെയിം എക്സാമ്പിൾ തന്നെ എടുക്കുക ഇവിടെ. ആ എക്സാമ്പിൾ നമ്മൾ എന്താ പറയേണ്ടത്, നമ്മുടെ ഫോക്കസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്ന, ഇനി അതും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ദാറ്റ് റിക്വയർ ഡിഫറെന്റ് കോഗ്നിറ്റീവ് റിസോഴ്സസ് എന്നുള്ളത്. അപ്പോൾ ഡിഫറെന്റ് കോഗ്നിറ്റീവ് റിസോഴ്സസ് ഒരു പക്ഷേ ഇവിടെ ആവശ്യമായിട്ട് വരും. നമുക്കറിയാം ഡിഫറെന്റ് ഏരിയാസ് ഇത് ബ്രെയിൻ നമുക്കിവിടെ ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നു എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത് ദിസ് ഇസ് റിക്വയർഡ് ഫോർ ടാസ്ക്സ് ദാറ്റ് വേരി ഇൻ നേച്ചർ. ഓക്കെ, ഡിഫറെന്റ് സ്വഭാവം, വ്യത്യസ്തമായ സ്വഭാവമുള്ള ടാസ്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ക്വിക്കായിട്ട് നമ്മൾ ഒരെണ്ണത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട സിറ്റുവേഷൻസിൽ നമുക്ക് ഈ ഓൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ ആണ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരിക എന്നാണ്. ഓക്കെ, റൈറ്റ്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് എന്താ പറയേണ്ട, ഈ ഫിസിയോളജിക്കൽ ബേസിസ് ഓഫ് അറ്റൻഷൻ ആണ്. ആ ഫിസിയോളജിക്കൽ ബേസിസ് ഓഫ് അറ്റൻഷൻ ആണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാം. അതോടുകൂടി നമുക്ക് മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആകും. അപ്പം ഫിസിയോളജിക്കൽ ബേസിസിൽ ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ന്യൂറൽ മെക്കാനിസംസ് എന്ന് നമുക്ക് നോക്കാം, ഈ അറ്റൻഷനിൽ വരുന്നത്. അപ്പം ഈ ഒരു പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണല്ലോ. എന്തൊക്കെയാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ഒരു സെൻട്രൽ ടു ഹയർ ഓർഡർ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാ വരുന്നത്, നമ്മുടെ അറ്റൻഷനെ തന്നെ റെഗുലേറ്റ് ചെയ്യുന്നതിന്, അറ്റൻഷൻ ഏത് ഭാഗത്തേക്ക് വേണം എന്നൊക്കെ തീരുമാനിക്കലാണ് ഈ അറ്റൻഷന്റെ റെഗുലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിന്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, ഇതിനൊക്കെ വേണ്ടി സഹായിക്കുന്നതാണ് നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ പാരിയറ്റൽ ലോബാണ് അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ പാരിയറ്റൽ ലോബ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സ്പേഷ്യൽ അറ്റൻഷൻ എന്ന ആ ഒരു കോൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ ദിസ് അലൗസ് us ടു ഫോക്കസ് ഓൺ സ്പെസിഫിക് ലൊക്കേഷൻസ് അല്ലെങ്കിൽ ഓബ്ജക്ട്സ്. അതിൻ്റെതായ ആ ഒരു അന്തരീക്ഷത്തിൽ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ലൊക്കേഷനിലോ നമുക്ക് ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പാരിയറ്റൽ ലോബ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ വിഷ്വൽ അല്ലെങ്കിൽ സ്പേഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷനെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റിൽ നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്ന സമയത്തോ നമുക്കൊരു കോർഡിനേഷൻ വേണം. അല്ലെ, നമ്മൾ കാണുന്ന സംഗതികളും നമ്മുടെ മുന്നിലിരിക്കുന്ന ഓബ്ജക്ട്സും, സ്പെസിഫിക്കലി ഡ്രൈവ് ചെയ്യുമ്പോൾ വേറെ ഒന്നിലും ചെന്ന് തട്ടാതെയും മുട്ടാതെയും നമുക്കിനി എന്തുമാത്രം സ്ഥലം ഇപ്പുറത്തെ സൈഡിലുണ്ട്, അപ്പുറത്തുണ്ട്, മുന്നിലുണ്ട് എന്നൊക്കെ ഉറപ്പ് വരുത്തുന്ന ആ ഒരു കോർഡിനേഷൻ നമുക്ക് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാരിയറ്റൽ ലോബ് ഇവിടെയുള്ളത്. ഓക്കെ, ആൻഡ് ദെൻ വി ഹാവ് ദ തലാമസ്, ന്യൂറൽ മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട്. അപ്പോൾ തലാമസ് ആക്ച്വലി അത് ഒരു റിലേ സ്റ്റേഷൻ എന്നുള്ളത് പോലെയാണ്. ഈ സെൻസറി ഇൻഫർമേഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ സെൻസസിലൂടെ നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷനെ ഫിൽട്ടർ ചെയ്ത് അതിൻ്റെ കൃത്യമായിട്ടുള്ള സ്ഥലത്തേക്ക് ഡയറക്റ്റ് ചെയ്യാണ് ഫേർദർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്.
അപ്പൊ സെലക്റ്റീവ് അറ്റൻഷൻ ശരിക്കും എന്താ പറയേണ്ടത് പോസിബിൾ ആക്കുന്നതിന് നമുക്ക് എന്ത് തരം ഇൻഫർമേഷൻ ആണ് പ്രയോറിറ്റൈസ് ചെയ്ത് മുന്നോട്ട് വിടേണ്ടത് എന്നൊക്കെ തീരുമാനിക്കണമല്ലോ സെലക്റ്റീവ് അറ്റൻഷനിൽ. അതിന് തലാമസ് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് അടുത്തത് നമുക്ക് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ RAS എന്ന് നമുക്കിവിടെ പറയാം. അപ്പോൾ RAS ശരിക്കും ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ദ ബ്രെയിൻ സ്റ്റെമ്മിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് ഇസ് എസെൻഷ്യൽ ഫോർ റെഗുലേറ്റിംഗ് അറൗസൽ ആൻഡ് വേക്ക്ഫുൾനെസ്. അപ്പം അറൗസലും വേക്ക്ഫുൾനെസ്സും, അതായത് നമ്മൾ എന്താ പറയണ്ടേ, അറൗസൽ, സെക്ഷ്വൽ അറൗസൽ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ദാറ്റ്. ആ ഒരു അറൗസൽ, ആ ഒരു വേക്ക്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണർന്നിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഫുൾ ബോധത്തോടു കൂടി നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും എന്താണ്, ആ ഒരു ലെവൽ ഓഫ് അലേർട്ട്നെസ്സിനെ, നമ്മൾ എന്തുമാത്രം അലേർട്ടാണ് എന്നുള്ള ആ ഒരു ലെവലിനെ ശരിക്കും കൺട്രോൾ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇങ്ങനെയാണ് ഇത് സംഭവിക്കുമ്പോഴാണ് ശരിക്കും ഓരോ വ്യക്തികൾക്കും അറ്റൻറ്റീവായിട്ട് നിലനിർത്താൻ കഴിയുന്നത്. അതായത് ഒരു പ്രത്യേക സ്റ്റിമുലസിന് അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഗതിയിൽ ഫോക്കസ് ചെയ്ത് നമുക്ക് നിൽക്കാനുള്ള ആ ഒരു കഴിവ് നമുക്ക് വരുന്നല്ലോ. അതാണ് ഈ റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ RASന്റെ പ്രവർത്തനം. അതാണ്. ഓക്കെ, ആ സസ്റ്റെയിൻഡ് ഫോക്കസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ആ ഒരു സസ്റ്റെയിൻഡ് ഫോക്കസ് നിലനിർത്തുന്നതിന് ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നു. ഇപ്പൊ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ആദ്യം നമുക്ക് ഡോപ്പമിൻ, പിന്നെ നമുക്ക് നോറാഡ്രെനാലിൻ, ആൻഡ് ദെൻ വി ഹാവ് അസറ്റിലോകോളിൻ ഓ അസറ്റിലോകോലൈൻ എന്നും നമുക്കതിനെ പറയാം. അപ്പൊ ഡോപ്പമിൻ എന്താണ്? അത് ഒരു റിവാർഡ് ബേസ്ഡ് അറ്റൻഷന്റെ ഭാഗമാണ് ഡോപ്പമിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ ഒരു ബ്രെയിനിന്റെ റെസ്പോൺസിവ്നെസ്, ആ ഒരു സ്റ്റിമുലസിന്റെ റെസ്പോൺസിവ്നെസ് ശരിക്കും കൂട്ടിക്കൊണ്ട് വരുന്ന, ആൻഡ് ദീസ് ആർ യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് റിവാർഡ്സ് ഓർ പോസിറ്റീവ് ഔട്ട്കംസ് എന്നുള്ളതാണ്. അതാണ് ഡോപ്പമിന്റെ ഒരു ഭാഗം. അപ്പൊ പ്രത്യേകിച്ചും എന്താ പറയേണ്ടത്, നമ്മൾ മോട്ടിവേഷൻ നമ്മൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, ഒരു പ്രത്യേക ടാസ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നമ്മൾ ഗോൾ ഓറിയന്റഡ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ, ഇപ്പൊ നിങ്ങളുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കുക. നിങ്ങൾ സ്പെസിഫിക്കലി ഫോക്കസ്ഡ് ആണ്, ഗോൾ ഓറിയന്റഡ് ആണ്, നിങ്ങൾക്ക് ഈ ടെസ്റ്റ് ക്ലിയർ ചെയ്യുക, ജോലി കിട്ടുക എന്നുള്ള കാര്യത്തിൽ. അപ്പൊ നിങ്ങളെ അതിന് ഏറ്റവും അധികം ഇപ്പൊ സഹായിക്കുന്നത് നിങ്ങളുടെ ഡോപ്പമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ആൻഡ് ദെൻ വി ഹാവ് ദി നോറാഡ്രെനാലിൻ. ഓക്കെ, അപ്പൊ നോറാഡ്രെനാലിൻ എന്താണ്? ഇതിന്റെ ഒരു കീ റോൾ എന്ന് പറയുന്നത് ഇസ് ഇൻ ഓൾട്ടറിങ് പ്രോസസ്സസ് ആൻഡ് എൻഹാൻസിങ് ദ ബ്രെയിൻസ് എബിലിറ്റി ടു ഡിറ്റക്ട് ആൻഡ് റെസ്പോണ്ട് ടു നോവൽ ഓർ ഇമ്പോർട്ടൻറ്റ് സ്റ്റിമുലൈ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആ ഒരു സ്റ്റിമുലസ് ഏതാണ് എന്ന് തീരുമാനിക്കുന്നതിന് നമ്മുടെ ബ്രെയിനിനെ സഹായിക്കുന്നതാണ് ഇത്. അപ്പോൾ ക്വിക്കായിട്ടുള്ള റെസ്പോൺസസ് നമുക്ക് വേണ്ട സിറ്റുവേഷൻസിൽ ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. കാരണം പെട്ടെന്നൊരു തീരുമാനം എടുത്ത് നമ്മൾ അവിടെ മുന്നോട്ട് നീങ്ങണം എന്നുള്ളതാണ്. ആൻഡ് ദെൻ വി ഹാവ് ദി അസറ്റൈലോകോലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ദിസ് ഇസ് ഇൻവോൾവ് ഇൻ മോഡ്യുലേറ്റിംഗ് അറ്റൻഷൻ ഫോക്കസ്. അറ്റൻഷൻ ഫോക്കസിനെ മോഡുലേറ്റ് ചെയ്യുന്നു പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു. അതെങ്ങനെയാണ് ചെയ്യുന്നത്? This will now regulate the activity of the central nervous system. ആ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ആക്ടിവിറ്റിയെ തന്നെ കൺട്രോൾ ചെയ്ത് റെഗുലേറ്റ് ചെയ്ത് അതിനെ ഒരു പക്ഷേ ഫാസ്റ്റ് ആക്കിയോ സ്ലോ ആക്കിയോ ഒക്കെ ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ഇത് ശരിക്കും നമ്മുടെ ആ ഒരു അറ്റൻഷൻ നിലനിർത്താനുള്ള, ഓരോ ടാസ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അറ്റൻഷൻ ഉണ്ടല്ലോ, അത് നിലനിർത്താനുള്ള നമ്മുടെ കഴിവിനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോഫിസിയോളജിക്കൽ ടെക്നിക്സ് ആണ്. ഓക്കെ, സോ ഇത് എന്തൊക്കെയാണ്? വി ഹാവ് ദ EEG ആൻഡ് ദ ERPs. അപ്പോൾ EEG എന്ന് പറയുന്നത്, ഇത് നിങ്ങളുടെ നോട്ട്സിൽ കംപ്ലീറ്റ് ഇതിന്റെ എക്സ്പാൻഷൻ കൊടുത്തിട്ടുണ്ട്. EEG എന്ന് പറയുമ്പോഴത്തേക്ക് ഇലക്ട്രോ എൻസെഫാലോഗ്രാഫി എന്നുള്ളതാണ്. ആൻഡ് ERP എന്ന് പറയുന്നത് ഇവന്റ് റിലേറ്റഡ് പൊട്ടൻഷ്യൽസ് ആണ്. അപ്പോൾ ഈ EEG എന്ന് പറയുന്നത് ഒരു നോൺ ഇൻവേസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ആൻഡ് ദിസ് റെക്കോർഡ്സ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഇൻ ദ ബ്രെയിനിലുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഇത് റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് ERP എന്ന് പറയുന്നത് എന്താണ്? ദീസ് ആർ സ്പെസിഫിക് കമ്പോണൻസ് ഓഫ് EEG. EEGയുടെ സ്പെസിഫിക് ആയിട്ടുള്ള കമ്പോണൻസ് ആണ്. ആൻഡ്
ദിസ് റിഫ്ലെക്ട്സ് ദ ബ്രെയിൻസ് റെസ്പോൺസ് ടു സ്റ്റിമുലൈ. അപ്പൊ നമുക്കൊരു സ്റ്റിമുലസ് കിട്ടുമ്പോഴത്തേക്ക് ആ ബ്രെയിൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് അളക്കുക എന്നുള്ളതാണ് ഇവിടെ ഇത് നടക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ദി കോണ്ടിഗ്നന്റ് നെഗറ്റീവ് വേരിയേഷൻ അല്ലെങ്കിൽ CNV. അപ്പൊ CNV എന്ന് പറയുന്നത് ഒരു സ്ലോ ആയിട്ടുള്ള ഒരു കോർട്ടിക്കൽ പൊട്ടൻഷ്യൽ ആണ്. ഒരു കോർട്ടിക്കൽ പൊട്ടൻഷ്യൽ ഇത് എപ്പോഴാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഒക്കേഴ്സ് ബിറ്റ്വീൻ എ വാർണിംഗ് സിഗ്നൽ ആൻഡ് എൻ എക്സ്പെക്റ്റഡ് ഇംപറേറ്റീവ് സ്റ്റിമുലസ്. ഒരു വാർണിംഗ് സിഗ്നലിന്റെയും ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇംപറേറ്റീവ് അവിടെ സംഭവിക്കും എന്നുള്ള ആ ഒരു സ്റ്റിമുലസിന്റെയും ഇടയിൽ ഇത് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റുന്നത് ആന്റിസിപ്പേഷൻ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഫോർ എ റെസ്പോൺസ്, ഒരു റെസ്പോൺസിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുക, അതാണ് ശരിക്കും ഇത് നമ്മളെ സഹായിക്കുക എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഇതിന്റെ ആ ഒരു നമുക്ക് ഇതിന്റെ എന്താ പറയേണ്ടത് സ്പെസിഫിക് ആയിട്ട് സിലബസിൽ പറഞ്ഞിട്ടില്ലാത്തൊരു ടോപ്പിക്കാണ്. പക്ഷേ ഈ അറ്റൻഷന്റെ ചാലഞ്ചസും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടല്ല ഈ ചാലഞ്ചസ് നമ്മളിവിടെ നോക്കുന്നത്. നമുക്ക് അറ്റൻഷനെ തന്നെ ഒന്നും കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ചാലഞ്ചസ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഒന്ന് ഇൻഅറ്റൻഷൻ, ഡിസ്ട്രാക്റ്റബിലിറ്റി ആൻഡ് ലാപ്സസ്, ഇത് മൂന്നും അറ്റൻഷനുള്ള ചാലഞ്ചസ് തന്നെയാണ്. അപ്പോൾ ഇൻഅറ്റൻഷൻ ആൻഡ് ഡിസ്ട്രാക്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ difficulty focusing due to internal or external distractions. ഒന്നുകിൽ നമ്മുടെ മനസ്സിൽ തന്നെ വരുന്ന മറ്റെന്തെങ്കിലും ഒരു ചിന്ത, അതുകൊണ്ട് നമുക്കൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷനിൽ അതിനെയാണ് ഇൻഅറ്റൻഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സമയത്തിന് അനുയോജ്യമല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം കടന്നു വരുമ്പം നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നുള്ളതാണ്. അത് ഒരു കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലിരിക്കുക എന്നുള്ളത്. ഇനി ഈ ലാപ്സസ് ഇൻ അറ്റൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? മൂവ്മെന്റ്സ് വെൻ ഓട്ടോമാറ്റിക് ബിഹേവിയേഴ്സ് ഓവർറൈഡ് കോൺഷ്യസ് കൺട്രോൾ ലീഡിങ് ടു എറേഴ്സ്. അതാണ് ലാപ്സസ്, അറ്റൻഷനിൽ വരുന്ന ഒരു ഗ്യാപ്പ് എന്ന് വേണമെങ്കിൽ. നമ്മുടെ ശ്രദ്ധ, നമ്മൾ ഒന്നിന് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ആൻഡ് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നു എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ, അതാണ് ലാപ്സ് ഓഫ് അറ്റൻഷൻ. സോ ദീസ് ആർ മൂവ്മെന്റ്സ്, നമ്മുടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആക്ച്വലി നമ്മുടെ കോൺഷ്യസ് കൺട്രോളിനെ ഓവർടേക്ക് ചെയ്യും, ഈ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പൊ പലപ്പോഴും നമുക്ക് എറർ അല്ലെങ്കിൽ ഒമിഷൻസ് അവിടെ സംഭവിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഈ ലാപ്സസ് പലപ്പോഴും ഉണ്ടാകുന്നത് വെൻ അറ്റൻഷൻ ഈസ് ഡൈവേർട്ടഡ്, ആ ശ്രദ്ധ തിരിഞ്ഞു പോകുമ്പോൾ, അല്ലേ? ഒരുപക്ഷെ നമ്മുടെ ഇന്റേണൽ തോട്ട്സ് കൊണ്ടാകാം, അല്ലെങ്കിൽ പുറമേ ഉള്ള എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഇത് ഒരിക്കൽ അവിടെ സംഭവിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി മറ്റു കുറച്ച് കോൺസെപ്റ്റ്സ് ഇവിടെ ഉള്ളത്, ഒന്ന് ഇന്റഗ്രേഷൻ ഓഫ് അറ്റൻഷൻ വിത്ത് അതർ കോഗ്നിറ്റീവ് പ്രോസസ്സസ്. അതിലൊന്ന് അറ്റൻഷൻ ആൻഡ് മെമ്മറിയാണ്. അപ്പൊ അറ്റൻഷൻ ആൻഡ് മെമ്മറി, അറ്റൻഷനും മെമ്മറിയും ഇത് രണ്ട് ഘടകങ്ങളാണ്, പക്ഷെ വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അറ്റൻഷൻ മെമ്മറിയുമായിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണെന്ന് പറയാം, പെർട്ടിക്കുലർലി നമ്മുടെ ആ ഒരു വർക്കിംഗ് മെമ്മറി പാർട്ടിന്റെ ഉള്ളത്, അല്ലെ? അപ്പൊ സസ്റ്റെയിൻഡ് ആയിട്ടുള്ള അറ്റൻഷൻ, ഇപ്പൊ സസ്റ്റെയിൻഡ് അറ്റൻഷൻ എന്താണെന്ന് നമുക്കറിയാല്ലേ? സസ്റ്റെയിൻഡ് അറ്റൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇൻഫർമേഷൻ ആ ഒരു ലോങ് ടേം മെമ്മറിയിലോട്ട് എൻകോഡ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇത് ലോങ് ടേം മെമ്മറിയിൽ കൊണ്ടുവച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ റീകോൾ നടക്കത്തുള്ളൂ. മറ്റൊന്ന് അറ്റൻഷൻ ആൻഡ് പെർസെപ്ഷൻ ആണ്. അപ്പം അറ്റൻഷൻ ശരിക്കും എന്താ പറയേണ്ടത്, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പെർസെപ്ഷൻ, നമ്മുടെ കാഴ്ചപ്പാടുകൾ നിർണ്ണയിക്കുന്നതിന് അറ്റൻഷന് വലിയ ഒരു പങ്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം സെൻസറി ഇൻഫർമേഷനെ സെലക്ട് ചെയ്യുകയും അതിനെ ഫിൽട്ടർ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അറ്റൻഷൻ ചെയ്യുന്ന മറ്റൊരു പണി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു 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 എന്താ പറയേണ്ടത്, ഒരു സെൻസർ ബോർഡായിട്ട് ഇവിടെ അറ്റൻഷൻ പ്രവർത്തിക്കുന്നത് കൊണ്ട്, അതുകൊണ്ടാണ് വ്യക്തികൾക്ക് എന്താ പറയണ്ടേ, റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനായിട്ട് കഴിയുന്നതും മറ്റ് സംഗതികളെ ഇഗ്നോർ ചെയ്യാനായിട്ട് കഴിയുന്നതും എന്നുള്ള. ഇനി അറ്റൻഷൻ ആൻഡ് ലേണിങ്ങിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, എഫക്റ്റീവ് ആയിട്ടുള്ള ലേണിങ്ങിന് ഫോക്കസ്ഡ് ആയിട്ടുള്ള അറ്റൻഷൻ വേണം. അപ്പൊ അത് മനസ്സിലാകുന്നില്ലേ, നിങ്ങളുടെ പഠിത്തത്തിലേക്ക് ആ ഒരു ശ്രദ്ധ കൂടുതൽ കൊണ്ടുവരുന്നതിന് ഫോക്കസ്ഡ് അറ്റൻഷൻ വേണം. ഫോക്കസ്ഡ് അറ്റൻഷൻ എന്ന് പറയുമ്പം ബാക്കി എല്ലാത്തിനെയും നമ്മൾ അങ്ങ് എന്താ പറയേണ്ടത്, നമ്മൾ അങ്ങ് ഇഗ്നോർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ലേണിങ്ങിൽ ഡിവൈഡ് അറ്റൻഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ലേണിങ്ങിന്റെ ഔട്ട്കം മോശമായിരിക്കും എന്നുള്ളതാണ്. കാരണം ആ ഒരു ഡിവൈഡഡ് അറ്റൻഷൻ വരുമ്പോഴത്തേക്ക്
ബ്രെയിനിന്റെ എബിലിറ്റി കുറയുകയാണ് പുതിയ ഇൻഫർമേഷൻ റീറ്റെയിൻ ചെയ്യാൻ. കാരണം ബ്രെയിൻ ഒരേ സമയത്ത് പല കാര്യങ്ങളിൽ അവിടെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ നോട്ട്സിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസും കേസ് സ്റ്റഡീസും ഇത് എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് പബ്ലിക് സർവീസ് റോൾസിൽ അറ്റൻഷൻ വേണ്ട സാഹചര്യങ്ങൾ, നമുക്ക് അറ്റൻഷനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് നിങ്ങളുടെ നോട്ട്സിൽ നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാവുന്നതാണ് എന്നുള്ളത് മാത്രം. റൈറ്റ്, ഇനി അറ്റൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ജസ്റ്റ് ക്വിക്കായിട്ടൊന്ന് പറഞ്ഞു പോകാം. ഇത് മറ്റ് ഏരിയാസിലും ഇത് കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്ന് നമുക്കറിയാം ADHD. അപ്പൊ ADHD എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്, ഇത് ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് അല്ലെ. അപ്പോൾ വളരെ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള എന്താ പറയേണ്ടത് ഇനറ്റൻഷൻ ആണ് ഇതിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രധാന സിംറ്റം എന്ന് പറയുന്നത്. ആൻഡ് ഒരു പക്ഷേ ഹൈപ്പർ ആക്ടിവിറ്റിയും ഇമ്പൾസിവിറ്റി സിംറ്റംസും ഈ ADHDയുടെ ഭാഗമായിട്ട് അവിടെ വരാം എന്നുള്ളതാണ്. കാരണം ഈ വ്യക്തികൾക്ക് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് കൃത്യമായിട്ട് ചെയ്യുന്നതിനുള്ള ഡിഫിക്കൽട്ടി ഉണ്ടാകും, അവർക്ക് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നതിനുള്ള ഡിഫിക്കൽട്ടി അവിടെ വരും, അങ്ങനെയൊക്കെ. ഇനി ADDയുടെ കാര്യം അഗെയിൻ അതിനകത്തും ഈ ഒരു ഇനറ്റൻഷൻ കൊണ്ടവിടെ വരുന്നത്. പക്ഷേ ADDയുടെ ആ ഒരു എന്താ പറയേണ്ടത് ഇനറ്റൻഷൻ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ട അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ആണ് ADD എന്ന് പറയുന്നത്. ഇത് ADHDയുടെ ഒരു സബ് ടൈപ്പ് തന്നെയാണ്. അപ്പൊ ഈ വ്യക്തികൾ വളരെ ഈസി ആയിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയി പോകും ആൻഡ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് അവരുടെ ആ ഒരു ഫോക്കസ് അവർക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. പലപ്പോഴും അവര് ശ്രദ്ധിക്കേണ്ട ഡീറ്റെയിൽസിൽ അവർ ശ്രദ്ധിക്കത്തില്ല, ജസ്റ്റ് ആ ഓവറോൾ ആ ഒരു കാര്യം ചിലപ്പോൾ ഒന്ന് മനസ്സിലാക്കുമായിരിക്കും. അപ്പൊ ഇതുകൊണ്ട് തന്നെ കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്സ് വരുത്തുന്ന ആൾക്കാരാണ് ഈ ADD ഉള്ളവർ. ഇവിടെയും അവർക്ക് ഡിഫിക്കൽട്ടി ഉണ്ട്, ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നതിനും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനും ഒക്കെ ഡിഫിക്കൽട്ടി ഉള്ള കൂട്ടരാണ് ശരിക്കും ഈ ADD ഉള്ളവരും എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ക്വിക്ക് ആയിട്ടൊന്ന് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനകത്തുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്സിന്റെ കൂടെ ഉണ്ട്. ഇത് കൂടാതെ നമ്മൾ എന്താ പറയേണ്ടത്, നമ്മുടെ ഡെയിലി ആക്ടിവിറ്റി എന്ന നിലയിൽ നമ്മുടെ ഗ്രൂപ്പിലൂടെ നമ്മൾ ഒരുപാടധികം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ഹിയർ ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൺട്രോൾഡ് ആൻഡ് ഓട്ടോമാറ്റിക് പ്രോസസ്സസ് ഇൻ അറ്റൻഷൻ? അപ്പൊ കൺട്രോൾഡ് ആൻഡ് ഓട്ടോമാറ്റിക് പ്രോസസ്സിനെ ഏറ്റവും പെട്ടെന്ന് ഏറ്റവും നന്നായി ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇതിന് 4 ഏത് സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളതാ. നിങ്ങൾ ഈ 4 സ്റ്റേറ്റ്മെന്റും കൃത്യമായിട്ട് വായിച്ചു നോക്കണം. പക്ഷെ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. ഓപ്ഷൻ എയിൽ എന്താ പറയുന്നത്, കൺട്രോൾഡ് പ്രോസസ്സസ് റിക്വയർ സിഗ്നിഫിക്കന്റ് കോഗ്നിറ്റീവ് എഫേർട്ട് while automatic processes occur with minimal effort. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഇനി നമ്പർ 2, match the type of attention with its appropriate description. അപ്പൊ എന്തൊക്കെ ടൈപ്സ് ഓഫ് അറ്റൻഷൻ? സസ്റ്റെയിൻഡ് അറ്റൻഷൻ, സെലക്റ്റീവ് അറ്റൻഷൻ, ഡിവൈഡഡ് അറ്റൻഷൻ, ഓൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഡിസ്ക്രിപ്ഷനുമായിട്ട് നമ്മൾ അതിനെ മാച്ച് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, സോ ഹൗ ഡു വി മാച്ച് ദിസ് ഇൻഫർമേഷൻ? ഇടയിലൊരു ചോദ്യം നമുക്ക് മിസ്സായി. ഓക്കെ, ഐ തിങ്ക് മിസ്ഡ് വൺ. അപ്പൊ ഇതെന്താണ് സസ്റ്റെയിൻഡ് അറ്റൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്? സസ്റ്റെയിൻഡ് അറ്റൻഷൻ ഈസ് ഫോക്കസിങ് ഓൺ എ സിംഗിൾ ടാസ്ക് ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. അത് തന്നെയാണ് സസ്റ്റെയിൻഡ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഇനി സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുമ്പോഴോ? സെലക്റ്റീവ് അറ്റൻഷൻ എന്താണ്? സെലക്റ്റീവ് അറ്റൻഷൻ ഇസ് ഫോക്കസിങ് ഓൺ വൺ സ്റ്റിമുലസ് വൈൽ ഇഗ്നോറിങ് അതേഴ്സ്. അതാണ് സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്നത്. സോ B ഇതാണ്. ഇനി ഡിവൈഡഡ് അറ്റൻഷൻ എന്താണ്? ഡിവൈഡഡ് അറ്റൻഷൻ ഇസ് മാനേജിങ് മൾട്ടിപ്പിൾ ടാസ്ക് സൈമിൾട്ടേനിയസ്ലി. അതാണ് ഡിവൈഡഡ് അറ്റൻഷൻ. സോ ഓട്ടോമാറ്റിക്കലി ഇത് D ആയിട്ട് വരും. ഓൾട്ടർനേറ്റീവ് അറ്റൻഷൻ ഷിഫ്റ്റിംഗ് ഫോക്കസ് ബിറ്റ്വീൻ ഡിഫറെന്റ് ടാസ്ക്സ് ഓർ സ്റ്റിമുലൈ എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത 4ാമത്തെ ചോദ്യം ഇതാണ്. Which neurotransmitter is critical in enhancing the brain's ability to respond to novel? നോവൽ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനപ്പെട്ട സ്റ്റിമുലൈ, നോവൽ ഓർ ഇമ്പോർട്ടൻറ്റ്. നോവൽ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടത് എന്നുള്ള ആ ഒരു അർത്ഥമാണ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ B, നോറാഡ്രിനാലിൻ. നോറാഡ്രിനാലിൻ. ഓക്കെ, നോറാഡ്രിനാലിൻ. അപ്പൊ
ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തേ. നോട്ട് adrenaline. So, noradrenaline. Okay, അപ്പോൾ ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. നമ്പർ 5 ഒരു അസേർഷൻ റീസൺ ആണ്. അപ്പം നമ്മുടെ അസേർഷൻ ഇതാണ്: the prefrontal cortex is involved in managing distractions and maintaining focus on tasks. Reason ഇതാണ്: the prefrontal cortex is responsible for spatial attention. അപ്പോൾ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് തന്നെയാണോ ആ ഒരു സ്പേസ് മാനേജ് ചെയ്യുന്നതിനുള്ള അറ്റൻഷന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരിക? അപ്പൊ ഇവിടെ എ അസേർഷൻ ട്രൂ തന്നെയാണ്, പക്ഷേ റീസൺ ഫോൾസ് ആണ്. അപ്പം നോക്ക്, പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ശരിക്കും എന്താ പറയേണ്ടത്? നമുക്ക് ആ ഒരു ഡിസ്ട്രാക്ഷൻസ് മാനേജ് ചെയ്യുന്നതിനും ഫോക്കസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു സ്പേഷ്യൽ അറ്റൻഷന് വേണ്ടിയിട്ട് പ്രൈമറിലി നമ്മൾ ഏത് ഭാഗമാണ്? ശരിക്കും പാരിറ്റൽ ലോബാണ് അല്ലേ, പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് അല്ല. സോ എ ഇസ് ട്രൂ ബട്ട് ആർ ഇസ് ഫോൾസ് എന്നുള്ളതാണ് ഇതിന്റെ നമ്മുടെ കറക്റ്റ് ആണ്. ആൻഡ് നമ്പർ 6, വാട്ട് റോൾ ഡസ് ദ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ RAS പ്ലേ ഇൻ അറ്റൻഷൻ? എന്ത് റോളാണ് അത് പ്ലേ ചെയ്യുന്നത്? ശരിക്കും RAS എന്തിനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? നമുക്ക് ആ ഒരു അലേർട്ട്നെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, നമ്മുടെ ആ ഒരു വേക്ക്ഫുൾനെസ് റെഗുലേറ്റ് ചെയ്യുന്നതിന്, നമ്മൾ എന്താ പറയേണ്ടത്, ഉണർന്ന് ബോധത്തോടെ ഇരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലേ, അറ്റൻഷൻ സസ്റ്റെയിൻഡ് ആയിട്ട് നിലനിർത്തുന്നതിന് വേണ്ടി. സോ ഓപ്ഷൻ ബി, ഇറ്റ് റെഗുലേറ്റ്സ് അറൗസൽ ആൻഡ് വേക്ക്ഫുൾനെസ്. നമ്പർ 7, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ റിഗാർഡിംഗ് വിജിലൻസ് ആൻഡ് സസ്റ്റെയിൻഡ് അറ്റൻഷൻ? അപ്പൊ വിജിലൻസിനെയും സസ്റ്റെയിൻഡ് അറ്റൻഷനെയും കുറിച്ച് ഇവിടെ ഏത് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ലുക്ക് അറ്റ് എ. Vigilance is a type of sustained attention focused on detecting rare but important events. അത് ട്രൂ തന്നെയാണ്. വിജിലൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു റെയർ എന്നുള്ള ഒരു വാക്ക്, ഒരു പക്ഷേ നിങ്ങൾക്കൊരു ചോദ്യം ഇതേപോലെ വരുവാണെന്നുണ്ടെങ്കിൽ റെയർ എന്നുള്ള ഒരു വാക്ക് തന്നെ റെയറിന് പകരം ഇമ്പോർട്ടന്റ് എന്ന് പറയാം, അല്ലെ വെരി ഇമ്പോർട്ടന്റ് എന്ന് പറയാം, അല്ലെ നോട്ട് സോ കോമൺ, ഒത്തിരി കോമൺ അല്ലാത്തതാണല്ലോ റെയർ എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു അർത്ഥം വരുന്ന വാക്കിന് നമ്മൾ നോക്കിയാൽ മതി. ഇനി നമ്പർ 8, which event related potential is associated with attentional processes? അപ്പോ ഇവിടെ നമ്മൾ ഇത്, ഞാൻ നോട്ട്സിൽ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ P300 എന്നാണ് ശരിക്കും അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ഈ P300 ആക്ച്വലി ഇറ്റ് റിലേറ്റ്സ് ടു വേവ് സൈസ്, വേവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് അറ്റൻഷണൽ പ്രോസസ്സസുമായിട്ട് ലിങ്ക്ഡ് ആണ്, പ്രത്യേകിച്ചും ടു റെസ്പോൺസ് ഇൻ സിഗ്നിഫിക്കൻറ്റ് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലൈ. ഓക്കെ. നമ്പർ 9, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ഡിവൈഡഡ് അറ്റൻഷൻ? ഇപ്പൊ ഡിവൈഡഡ് അറ്റൻഷന്റെ ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഏതാണ് ഇവിടെ? ഇറ്റ് ഇൻവോൾവ്സ് ഫോക്കസിങ് ഓൺ സിംഗിൾ സ്റ്റിമുലസ് അല്ല, ഇറ്റ് റെഫേഴ്സ് ടു ദ ബ്രെയിൻസ് എബിലിറ്റി ടു പ്രോസസ് മൾട്ടിപ്പിൾ ടാസ്ക് സൈമൾട്ടേനിയസ്ലി. അതല്ലേ ഡിവൈഡഡ് അറ്റൻഷൻ എന്ന് പറയുന്നത്? ഓക്കെ. So let's look at the next one, which is the last one for this discussion. In the context of attention-related disorders, which statement is accurate? Attention-related disorders ne kuriyumbam ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് accurate എന്നുള്ളതാണ് ചോദ്യം. ADHD only affects sustained attention and not selective or divided attention. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ADD is a form of ADHD that does not involve hyperactivity or impulsivity. ADHD-യിൽ hyperactivity ഉണ്ട്, impulsivity ഉണ്ട്. ഓക്കെ. എന്നാൽ ADD നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ADHD-യുടെ ഒരു സബ് ടൈപ്പ് തന്നെയാണ്. പ്രധാന പ്രോബ്ലം അവിടുത്തത് ഇനറ്റൻഷൻ ആണ്. പക്ഷേ ആ ADD-യിൽ ഹൈപ്പർ ആക്ടിവിറ്റിയും ഇമ്പൾസിവിറ്റിയും ഇല്ല എന്നുള്ളതാണ്. അത് ADHD-യുടെ സിംറ്റംസ് ആണ്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. Okay, so this brings us to the end of discussion on the first module, which is attention and consciousness. അപ്പോൾ നമ്മൾ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സിലബസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കോൺസെപ്റ്റ്സും കുറച്ച് കാര്യങ്ങൾ സിലബസിന്റെ പുറത്ത് നിന്നും കൂടെ കൊണ്ടുവന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ആ കോൺസെപ്റ്റിന്റെ ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് വരുന്നതിന് വേണ്ടിയിട്ടാണ്. അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് ഭാഗത്താണ് അത് വരിക എന്നുള്ളത്. ഓക്കെ. സോ very soon I will upload the next module, psychology-യുടെ അടുത്ത മോഡ്യൂൾ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. ആൻഡ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് നിങ്ങളുടെ കമൻസ് മെൻഷൻ ചെയ്യുക.
Thank you very much for watching and wish you a good day ahead. Thank you.